ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമുക്കിന്നൊരു ചവിട്ടി പരിചയപ്പെട്ടാലോ? ഞാനിതിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയതാട്ടോ, ഒരു ചവിട്ടി അടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ എന്തെങ്കിലും പഴയ തുണികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏത് തുണി എടുക്കും, എന്തടിക്കും, എങ്ങനത്തെ മോഡൽ ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഐഡിയ കേട്ടോ. അപ്പോൾ ആ ഐഡിയക്ക് അനുസരിച്ച് പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഞാനിത്. ഇത് കണ്ട ഒരു ജോർജറ്റ് ഷാളാണ്. ആ ജോർജറ്റ് ഷാള് ഒരു ചവിട്ടിക്ക് പാകത്തിന് ഇങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചവിട്ടി 4 ഭാഗം ഒന്നും ഇങ്ങോട്ട് അടിച്ച് സെറ്റാക്കിട്ടോ. അങ്ങനെ തോന്നുന്നുണ്ട് കവർ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഡിസൈൻ വർക്കൊക്കെ അതിൽ കൊടുത്തത്. അപ്പോൾ ഒരു തയ്യൽ മെഷീൻ ഇതാണ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച ഏത് ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇത് ഒരുപാട് മടക്കിയിട്ടിട്ടും അങ്ങോട്ട് തിരിച്ച് പിരിച്ച് കമ്പിക്കെട്ട് ആണിക്കെട്ട് വലിച്ച് അതൊന്നും ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. അതേപോലെ തന്നെ ഇതാണ്, ഇതൊരു പഴയ എന്താ പറയുക, കർട്ടൻ്റെ അടുത്ത് പഴയതുള്ളത് കൊണ്ട് ഉള്ളിലൊക്കെ കീറിയിരുന്നു കേട്ടോ കുറച്ചൊക്കെ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് കവർ ചെയ്ത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്താട്ടോ. അപ്പോൾ ഇതിനും കണ്ടൊരു ഡിസൈൻ നമുക്കിഷ്ടമുള്ള ഡിസൈനാക്കി മടക്കിയെടുത്താൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ പിന്നെ കണ്ടോ, ഇതൊരു സാരിയാണ്, വലിയൊരു സാരി. ആ ഒരൊറ്റ സാരി ഇങ്ങനെ മടക്കി പാകത്തിന് വലുതാക്കിയിട്ട് നല്ല പടപടാച്ചൊരു ചവിട്ടിയാക്കി. കണ്ടോ, അതൊക്കെ ഈ ബസ്സിൻ്റെ ഒക്കെ സീറ്റ് പോലല്ലേ കണ്ടാൽ, ചവിട്ടാനും നല്ല സുഖം. കണ്ട ഒരു ചുളുക്കായിട്ട്. പിന്നല്ലേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവില്ല, ഈ മഴയുള്ള ഡ്രസ്സ് കൊണ്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചവിട്ടി ഇടുമ്പോൾ ഒക്കെ കൂടി മടങ്ങി ചുരുണ്ട് പോകും. അപ്പം മടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ബലമുള്ള തുണി തന്നെ എടുക്കുക. കണ്ടത് നല്ല ബലമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ചവിട്ടിയൊക്കെ പിന്നെ എന്താ പറയുക, ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ബലമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. ജോർജറ്റ് തുണിയാകുമ്പോൾ ഇത് രണ്ടും ഞാൻ നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ കാല് തോർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടിലുമ്പോൾ കയറി കിടക്കുന്ന സമയത്ത് കാലൊക്കെ ഒന്ന് ചവിട്ടിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഇത് പിന്നെ നമുക്ക് അടുക്കളയിലോ എവിടെ ഇഷ്ടമുള്ളത് കൊണ്ടിടാം, അതിന് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചവിട്ടി ഇതാ. ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ. ഒറ്റ ദിവസം ഒന്നും പിടിച്ചിട്ടില്ല, കുറച്ച് ടൈം. അപ്പോൾ ഇത് മടക്കണതിനനുസരിച്ച് മടക്കാന്ന് പറഞ്ഞാൽ ഈ സാരി നല്ല ബോർഡറൊക്കെ ഉള്ളതാട്ടോ, 2-3 കളറിൽ ബോർഡർ ഉള്ളതാണ്. അപ്പം ഞാൻ അതൊക്കെ കവർ ചെയ്ത് ഒരു ചവിട്ടിക്ക് അനുസരിച്ച് മടക്കി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവലിൽ ചവിട്ടിയാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ മുഷിയുള്ളവരൊക്കെ വീട്ടിലിരുന്ന് വേഗം ചവിട്ടി അടിച്ചിട്ടോളും.